നമസ്കാരം. ബെന്യാമിൻ സാറിന് നിങ്ങളുടെ LSSD സ്കൂളിലേക്ക്, ലക്ഷ്മി സരസ്വതി സ്കൂൾ ഓഫ് ഡാൻസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മലയാളി പത്രം അതിന്റെ 15ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അതിന്റെ ഭാഗമായിട്ട് ഒരു ആൽബം, ഒരു കേരള തനിമയുള്ള നൊസ്റ്റാൾജിയകൾ ഒരുപാട് അടങ്ങിയിരിക്കുന്ന ഒരു ആൽബം മലയാളി പത്രത്തിന് പുറത്തിറക്കാൻ കഴിഞ്ഞു. അതിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതിന്റെ ഏറ്റവും വലിയ ഭാഗ്യം ബെന്യാമിൻ സാറിന്റെ കൈകൊണ്ട് അത് ലോഞ്ച് ചെയ്യിക്കാൻ പറ്റി എന്നുള്ളതാണ്. സാറിന് ഈ ആൽബത്തിനെ കുറിച്ച് രണ്ട് വാക്കുകൾ പറയാമോ? തീർച്ചയായിട്ടും പുറം ദേശവാസികളായ മലയാളികളുടെ ജീവിതത്തിൽ ഗ്രഹാതുരത്വം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഗ്രഹാതുരത്വം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിൻ്റെ മാറ്റുകൂട്ടുന്ന, മറ്റെത്രത്തോളമാണ് എന്ന് തിരിച്ചറിയിക്കുന്ന ഒരു ആൽബമായിരുന്നു വികാരമേ എന്ന് പറയുന്നത്. അത് മനോഹരമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ ഗാനം കേൾക്കുമ്പോൾ, അതിൻ്റെ ചിത്രീകരണം കാണുമ്പോൾ ഈ ദേശത്ത് വന്നു പാർക്കുന്ന ഓരോ മലയാളികളും തന്നെ ദേശത്തെക്കുറിച്ചുള്ള മനോഹരമായ സ്മരണകൾ പങ്കുവെക്കുന്ന മനോഹരമായ ഒരു ആൽബമായിരുന്നു അത്. ലക്ഷ്മിയും സംഘവും അത് പുറത്തിറക്കാൻ കാണിച്ചതിലുള്ള സന്തോഷം ഞാൻ പങ്കുവെക്കുന്നു. അതിന് മുൻകൈയെടുത്ത മലയാളി പത്രത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രവാസ ഭൂമിയിൽ ഓസ്ട്രേലിയയിൽ, പ്രത്യേകിച്ച് സിഡ്നിയിലും പരിസര പ്രദേശത്തുമുള്ള നമ്മുടെ കുട്ടികൾക്ക്, കലാതൽപരരായ ആളുകൾക്ക് നൃത്തം പരിശീലിപ്പിക്കുന്നതിന് അവരെ നമ്മുടെ കേരളത്തോട് അടുത്ത് കൊണ്ടുവരുന്നതിൽ ഒക്കെ ലക്ഷ്മി സരസ്വതി ഡാൻസ് സ്കൂൾ കാണിക്കുന്ന വലിയ താല്പര്യത്തിന് എല്ലാവിധമായ ആശംസകളും അറിയിക്കുകയാണ്. ഇതിലൂടെയാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ സംസ്കാരത്തെ അറിയുന്നത്, നമ്മുടെ ജീവിതത്തെ അറിയുന്നത്, നമ്മുടെ ദേശത്തോട് അടുത്ത് നിൽക്കുന്നത്. അവരുടെ ഉള്ളിലെ കലാവാസങ്ങളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്മി സരസ്വതി സ്കൂളിന് എല്ലാവിധമായ ആശംസകളും അറിയിക്കുന്നു. ഇത്രയും വലിയൊരു എഴുത്തുകാരനും ആടുജീവിതം എന്നൊറ്റ സിനിമ കൊണ്ട് ലോകം മുഴുവൻ പ്രശസ്തനായ ബെന്യാമിൻ സാറിന്റെ വാക്കുകൾ ഹൃദയത്തോട് ചേർത്ത് നന്ദി. നമസ്കാരം.